ബദറുൽ കുബറ. ഒരുപക്ഷെ ബദർ എന്ന് കേൾക്കുമ്പോൾ ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന്റെ നിലമാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. 100-ൽ താഴെ ആളുകൾ മാത്രം മരണപ്പെടുകയും ഇരുപക്ഷത്തുമായി വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ജീവഹാനി ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്ത ഒരു യുദ്ധമാണ്. എങ്കിൽ പോലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന, ദിശാബോധം നൽകുന്ന, പ്രചോദനം നൽകുന്ന, ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്ന മഹത്തായ ദിനമാണ് ബദർ. യുദ്ധവും യുദ്ധാനന്തര രാജ്യങ്ങളുടെയും അവസ്ഥകൾ നമുക്കറിയാം. 2 വർഷത്തിനു മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട റഷ്യ ഉക്രൈൻ യുദ്ധം ഇതുവരെ സമാപനം കുറിച്ചിട്ടില്ല. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വ്ളാദിമിർ പുടിന്റെ പട്ടാളക്കാർ കടന്നു ചെന്ന് നടത്തുന്ന അക്രമങ്ങൾ, അവരുടെ പ്രതിരോധങ്ങൾ, ലോകം അവർക്ക് ആരോടൊപ്പം നിൽക്കണമെന്നുള്ള കൃത്യമായ സ്പഷ്ടമായ തീരുമാനമെടുക്കലുകളുമെല്ലാം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നമുക്ക് കാണാം. ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച ഒരു യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഈ വിശുദ്ധ റമദാനിൽ ഉൾപ്പെടെ. ഒക്ടോബർ 7 എന്നുള്ളത് ഒരു ചെറിയ കണക്ക് മാത്രമാണ്. 948 നവംബർ 14 മുതൽ ആരംഭിച്ച ഒരു തീക്ഷ്ണമായ പോരാട്ടം. മുസ്ലിമീങ്ങളുടെ അറബ് ലോകത്തിന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ ബ്രിട്ടന്റെയും അതുപോലെയുള്ള സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഇസ്രയേൽ എന്ന ജാര രാഷ്ട്രത്തിന്റെ സംസ്ഥാപനവും 48 നവംബർ 14 മുതൽ 2024 ഈ ഡേറ്റ് വരെയുള്ള നിരന്തരമായ അക്രമങ്ങളിലൂടെ കൊല ചെയ്യപ്പെട്ട ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവന്റെ കഥകൾക്ക് വിലയില്ലാത്ത ഒരു യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രസവിച്ച് 1 ദിവസവും 2 ദിവസവും മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, വന്ധ്യവയോധികരായ ആളുകളുണ്ട്, അപരകളായ സ്ത്രീകളുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം നടന്ന യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 35,000 പേരാണ്. ആ 35,000 ആളുകളിൽ 26,000-ൽ ചില്ലാനം ആളുകൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമാണ് എന്ന് കേൾക്കുമ്പോഴാണ് യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുടെയും ഇടയിൽ ബദർ പോലെ ഉദിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. 1-ാം ലോക മഹായുദ്ധത്തിന്റെ തീഷ്ണത ലോകം അനുഭവിച്ചതാണ്. 2-ാം ലോക മഹായുദ്ധത്തിന്റെ തീഷ്ണത ലോകം അതിനേക്കാളേറെ അനുഭവിച്ചതാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ അണുസ്ഫോടനങ്ങളുടെ ഇന്നും നിലയ്ക്കാത്ത നിലവിളികൾ ലോകത്തിന്റെ മുന്നിൽ സമ്മാനിക്കുന്നത് ക്രൂരന്മാരായ, ഭീകരന്മാരായ ഒരു രാഷ്ട്രങ്ങളെ തന്നെ ഇല്ലാതാക്കുവാൻ ശേഷിയുമുള്ള ആയുധങ്ങളുടെ കഥ പറയുന്ന ആധുനിക ലോകത്തിന്റെ യുദ്ധങ്ങളുടെ ഇടയിലാണ് ബദർ എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവിൽ, ഒരു മണൽക്കാട്ടിൽ 313 പേർ ഒരു സൈഡിലും 900-ൽ ചില്വാനം വരുന്ന ആളുകൾ മറു സൈഡിൽ നിന്നുകൊണ്ട് ധർമ്മങ്ങളെ വിവേചിച്ച് നടത്തുവാൻ വേണ്ടി നടന്ന പോരാട്ടത്തിന്റെ കഥ ഇസ്ലാമിക ലോകത്തിന്, ലോക ചരിത്രത്തിന് പ്രചോദനമാകുന്നത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. 950 ഒരു ചെറിയ സംഖ്യയായി നമ്മൾ കാണേണ്ടുന്നതില്ല. 313 ഒരു ചെറിയ സംഖ്യയല്ല, മറിച്ച് 313-നെ എതിരിടുവാൻ വന്ന 3 ഇരട്ടി വലിപ്പമുള്ള പടയാളികൾക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നു, വസ്ത്രമുണ്ടായിരുന്നു, ഭക്ഷണമുണ്ടായിരുന്നു. അവർക്ക് പിന്തുണ നൽകുവാൻ ആ കാലഘട്ടത്തിന്റെ ഗോത്ര തലവന്മാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പാട്ടുപാടുവാൻ ആളുകൾ ഉണ്ടായിരുന്നു, അവരെ രസിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുവാൻ ആളുകൾ ഉണ്ടായിരുന്നു. മറുഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വളരെ നിസ്സാരന്മാരായിരുന്ന ആളുകളാണ് 313 ആളുകൾ. മറുഭാഗത്തെ ആളുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശാരീരിക ബലം കുറഞ്ഞ ആളുകൾ, സാമ്പത്തിക ബലം കുറഞ്ഞ ആളുകൾ,
സമൂഹത്തിൽ വിലയില്ല എന്ന് എഴുതി തള്ളപ്പെട്ട ആളുകൾ, അവരാണ് 313 ആളുകൾ. വാന്തും അതില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ നിസ്സാരന്മാരായിരുന്ന കാലഘട്ടത്തിൽ ആ നിസ്സാരതയ്ക്ക് നിർവചനം പറയുവാൻ എന്റെ മുന്നിൽ വാക്കുകളില്ല. പ്രിയമുള്ള സഹോദരങ്ങൾ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എത്രയോ വിവരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെയും അവരുടെ അനുയായികളുടെയും നിസ്സാരത? അവർ അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനമുള്ളവരായിരുന്നു, മലായികത്തിന്റെ മുന്നിൽ സ്ഥാനമുള്ളവരായിരുന്നു. ആകാശ ലോകത്തും ഭൂമി ലോകത്തിലും അവരേക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ ആരുമേ ഇല്ലായിരുന്നു. പക്ഷെ അന്തും അതില്ല. അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു, അവരുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു, അവർക്ക് യാത്ര ചെയ്യുവാൻ വാഹനമില്ലായിരുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ ആ രാജ്യത്ത് ഒരു ഗോത്രത്തലവന്മാരും ഉണ്ടായിരുന്നില്ല. അതാണ് അന്തും അതില്ല. അവർ വളരെ നിസ്സാരന്മാരായിരുന്നു എന്ന് പറഞ്ഞത്. അത്ര സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരാളുകൾ എന്നതുപോലെ ഏതുപോലെ ഇന്ന് ഗസയിൽ നമുക്ക് കാണാനുള്ളത് പോലെ എല്ലാ അറബ് രാജ്യങ്ങളും 4 ഭാഗത്തുണ്ട്. ജോർദാനിന്റെ മലമടക്കുകൾക്കപ്പുറം ആഡംബരത്തിന്റെ പാട്ടുകൾ പാടുന്ന ആളുകളുണ്ട്. സിറിയയുടെ അപ്പുറത്ത്, ലെബനോനിന്റെ അപ്പുറത്ത് പഴയ ഷാമിന്റെ ഗോത്രത്തലവന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് അറബ് രാജാക്കന്മാരുടെ സുഖസുഷുപ്തിയിലൂടെ ആഴ്ന്നു പോകുന്ന കാലഘട്ടത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള ആഡംബരങ്ങൾ, മറുഭാഗത്ത് റമദാൻ മാസത്തിന്റെ ഭക്ഷണ വിഭവങ്ങളുടെ ആഡംബരങ്ങളുടെ എല്ലാ ആർഭാടങ്ങളുടെയും നടുവിൽ അറബ് രാജാക്കന്മാരും അറബ് പ്രഭുക്കന്മാരും നിർഗളിക്കുമ്പോൾ ഇരുഭാഗത്ത് വെള്ളമില്ലാതെ, കുടിക്കുവാൻ വെള്ളമില്ലാതെ, കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ, കിടന്നുറങ്ങുവാൻ വീടില്ലാതെ ആ ഗസയുടെ മരുഭൂമിയിൽ അതോടൊപ്പം തകർന്നടിഞ്ഞു പോയി കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെ ഇടയിൽ ഇനി എപ്പോഴും അടുത്ത ബോംബ് വന്ന് എന്റെ തലയിലേക്ക് വീണാൽ ഞാനായിരിക്കും ഷഹീദെന്ന് ഉറപ്പുള്ള പിഞ്ചു കുഞ്ഞു മുതൽ വയോധികരായ ആളുകൾ വരെ ഈമാനോടുകൂടി ഇരുന്ന് കയ്യിൽ കിട്ടിയ ഈത്തപ്പഴത്തിന്റെ മുറി കൊണ്ട് നോമ്പ് തുറക്കുന്ന ഗസയിലെ ജനങ്ങളെ പോലെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ നിസ്സാരരായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് സഹായം അല്ലാഹു നൽകുമെന്നുള്ള വാക്ക് ഇന്നും വിശുദ്ധ ഖുർആനിൽ മായ്ക്കപ്പെട്ട് കളഞ്ഞിട്ടില്ല. ഇന്നും ഖുർആനിൽ അത് മായ്ക്കപ്പെട്ട് കളഞ്ഞിട്ടില്ല. ഇനി ആരെയും സഹായിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ബന്ദികളെ പിടിക്കുവാൻ ഇസ്രായേലിന്റെ സർവായുധ സജ്ജീകരണങ്ങൾ ആകാശത്തും ഭൂമിയിലും ഭൂമിക്കടിയിലും കടലിലും കടലിനടിയിലും എല്ലാ വിധത്തിലുമുള്ള സംവിധാനങ്ങൾ ഏറ്റവും ആധുനികമായ ടെക്നോളജിയിൽ വിലസുന്ന ജൂതരാഷ്ട്രത്തില് ഗസക്കാര് പിടിച്ചു കൊണ്ടുപോയ ബന്ദികൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുവാനുള്ള റഡാറുകളില്ലാതെ, അതിലേക്ക് എത്തിപ്പെടുന്ന ക്യാമറ കണ്ണുകളില്ലാതെ വലയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. സഹായം ഏത് ലോകത്തു നിന്നും വരാം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് നമുക്കെല്ലാം തോന്നിപ്പോയ ഒരു കൊലപാതകത്തിന്റെ അക്രമികളായ ആളുകളെ വെറുതെ വിടുന്ന ആധുനിക കാലഘട്ടത്തിന്റെ ജഡ്ജ്മെന്റുകളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് ധർമ്മത്തിന് വേണ്ടിയുള്ള സമരത്തിന് ആര് നിലകൊള്ളുന്നുവോ അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ യാതൊരു വിധത്തിലുള്ള വർഗവർണ്ണ വിവേചനമില്ല. ആരാണോ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ട ഭൂമികളിൽ മരിച്ചു വീഴുന്നവൻ, അവൻ രക്തസാക്ഷിയാണ്. അവന്റെ പേരുകൾ പറയപ്പെടും, അവന്റെ വാക്കുകൾ എന്നും നിരന്തരമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പോലും, ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങളുടെ 200 വർഷ കാലഘട്ടത്തിന്റെ ചരിത്രം ഇന്ന് നമ്മളായി ഇറക്കുന്നത്. ഡൽഹിയുടെ മണ്ണിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി കൊടുത്തുവെച്ച 1ാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് തുടക്കം കുറിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് മുഹമ്മദ് അലി ജൗഹറിന്റെ ഗർജനത്തോടെ ഇന്ത്യയുടെ ഫക്കീർ എന്ന് വിളിക്കപ്പെടുന്ന അർദ്ധനഗ്നനായ ഫക്കീറായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന നിരന്തരമായ പോരാട്ടങ്ങളെ ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തി വെക്കുന്നത് അതുകൊണ്ടാണ്. ധാർമ്മിക വിപ്ലവത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ജനിച്ചു വീണ മണ്ണിൽ അന്തസ്സോടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. പരിശുദ്ധമായ മക്ക മുക്കറമയിൽ ജനിച്ചവരാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും എല്ലാം അവിടെ ജന്മം കൊണ്ടവരാണ്.
പക്ഷേ അവർ പിന്നീട് അടക്കം ചെയ്യപ്പെട്ടത് മദീനയിലാണ്. എന്തുകൊണ്ട്? അവരുടെ ആദർശപരമായ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ജന്മനാട്ടിൽ നിന്ന് അവർക്ക് ഓടിപ്പോകേണ്ടി വന്നു, പാലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് ഒരു മടങ്ങി വരവുണ്ട് പരിശുദ്ധ മദീനയിലേക്ക്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും എല്ലാം കടന്നു വരുമ്പോൾ ഓടിപ്പോയവർ അർദ്ധരാത്രിയിൽ പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിലാണ് യാത്ര പോയത്. അബൂബക്കർ തങ്ങളെയും കൂട്ടിയിട്ട് അർദ്ധരാത്രിയിൽ ശത്രുക്കളുടെ ഇടയിലൂടെ എന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എല്ലാം ഇങ്ങനെ പാരായണം ചെയ്ത രാത്രിയിലാണ്. പക്ഷെ ഒരു മടങ്ങി വരവുണ്ട്. ആ മടങ്ങി വരവിന് മുമ്പുള്ള ചരിത്രം എങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്? ഹുദൈബിയ എന്ന് പറയുന്ന മണ്ണിലേക്ക് കടന്നു വന്നപ്പോ പരിശുദ്ധമായ ഉംറ നിർവഹിക്കുവാൻ ഇഹ്റാം കെട്ടപ്പെട്ട ആളുകൾക്ക് ഇഹ്റാം നിന്നുകൊണ്ട് അവർക്ക് ഉംറ നിർവഹിക്കുവാൻ പറ്റാതെ മടങ്ങി പോകേണ്ടി വന്ന, തലമുണ്ടനം ചെയ്ത് മടങ്ങി പോകേണ്ടി വന്ന ഹുദൈബിയ സന്ധിയുടെ എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കട്ടെ. അവസാനം ഒരു 10,000-ഓളം വരുന്ന അനുയായികളുമായി പരിശുദ്ധമായ മക്കാ മുക്കറമയിലേക്ക് പ്രവാചകന്റെ ഒരു മടങ്ങി വരവുണ്ട്. ആ ദിവസത്തിൽ എല്ലാ ആയുധങ്ങളും താഴെ വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന ഖുറൈശി പ്രമുഖന്മാരുടെ ചിത്രം നമുക്ക് കാണാം. അവരുടെ ദയനീയതയുടെ മുഖം കാണാം. അവർ പറയുന്നുണ്ട്, മുഹമ്മദേ, നിങ്ങളുടെ പിതാവ് ഉദാരമായിരുന്നു, നിങ്ങൾ ഒരു ദയാലുവായ മനുഷ്യനാണ്. ഉദാരനും ദയാലുവുമായ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ മാപ്പ്, ഞങ്ങളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആളുകളെ മുഴുവനും യുദ്ധക്കൊതിയനായിരുന്നുവെങ്കിൽ, അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നുവെങ്കിൽ, മുശ്രിക്കീങ്ങളെ കണ്ടാൽ കാണുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്ന ആളായിരുന്നുവെങ്കിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ മുഹമ്മദ് നബിയും അനുയായികളും യുദ്ധത്തിലൂടെ ആളുകളെ കൊന്നൊടുക്കിയിട്ട് മതം പരത്തിയവരാണെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ, മക്കാ മുക്കറമയിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടി ആയിരക്കണക്കിന് വരുന്ന ഖുറൈശികളുടെ രക്തം തളം കിട്ടുമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം വഅൻതും തുലഖാ. നിങ്ങളെ മുഴുവനും ഇതാ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾ മുഴുവനും വിമോചിതരാണ്, നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടിയില്ല, നിങ്ങൾ മുഴുവനും ഇതാ വിട്ടയക്കപ്പെട്ട ആളുകളാണ്. വഅൻതും തുലഖാ എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. ലോകത്തൊരു ഭരണാധികാരിയും നടത്തിയിട്ടില്ല, ലോകത്തൊരു പടത്തലവനും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരെ പ്രതികാര നടപടിയില്ല. ആരോടാണ് പറയുന്നത്? പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നപ്പോൾ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബോധം നഷ്ടപ്പെടുന്നത് വരെ അവരെ ക്രൂരമായി മർദ്ദിച്ച, നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ കൂലി ചെയ്തപ്പോൾ കരിയിലകളും വിറകുകളും കൂട്ടിയിട്ട് തീ കത്തിച്ചു കൊല്ലുവാൻ ശ്രമിച്ച ഏറ്റവും വലിയ ദുഷ്ടന്മാരായ, ഉപരോധം നടത്തിയവരായ, പട്ടിണിക്കിട്ടവരായ, ആക്രമിച്ചവരായ, കൊലപാതകികളായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട സുബയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹാന്മാരും മഹദികളുമായ ആളുകളെ കൊന്നവരെ, ഹംസത്തുൽ കർറാന്റെ നെഞ്ചിലേക്ക് ചാട്ടുളി പായിച്ച ആളുകൾ, അങ്ങനെ എല്ലാ വിധത്തിലും കൊലപ്പെടുത്തുവാൻ അർഹരായ ആളുകളോടാണ് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം വഅൻതും തുലഖാ. നിങ്ങളെ ഇതാ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾക്കെതിരെ ഒരു ശിക്ഷാ നടപടിയുമില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ മതത്തിന്റെ ബദറിന്റെ ഓർമ്മയിലാണ് പ്രിയമുള്ളവരെ അൽ-അമീന്റെ സംഘടന നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാടിന് മതത്തിന്റെ മതവെറിയുടെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രാജ്യമായി മാറുകയാണ്. രാഷ്ട്രീയമായ അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യരുടെ മനസ്സുകളിൽ വർഗീയത കുത്തിവെക്കുകയാണ്. ഇവിടെ 1000 ആണ്ട് കാലമായി ഏകോദര സഹോദരന്മാരായി ജീവിച്ചവർ, അമ്പലങ്ങളെന്നോ പള്ളിയെന്നോ ചർച്ചെന്നോ വ്യത്യാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹായിച്ചും ജീവിച്ച മനുഷ്യർ, ഏതൊരു വേദനയിലും ഏതൊരു സന്തോഷത്തിലും ഏതൊരു സന്താപത്തിലും ഒന്നായി നിന്നവർ, പരസ്പരം തലോടിയവർ, പരസ്പരം തോളിൽ കൈയിട്ട് ജീവിച്ചവർ, ആ മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ വർഗീയത കുത്തിവെച്ച് മതപരമായ വെറികൾ ഉണ്ടാക്കി മനുഷ്യത്വത്തിനെ സമ്പൂർണമായി തകർത്ത് ഇവിടെ ഇല്ലായ്മയുടെ പല
സംഘടനകളിലൂടെ ജനങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസി സമൂഹം ഒന്നായി നിൽക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ബദറും മുഹദും എല്ലാം നൽകുന്ന പാഠം, വിശുദ്ധ റമദാൻ നൽകുന്ന പാഠം. അല്ലമീന്റെ എന്റെ പ്രിയങ്കരായ അനുജന്മാർ, കുഞ്ഞനുജന്മാർ, ഈ വിശുദ്ധ റമദാനിൽ ജാതിയും മതവും നോക്കാതെ നാട്ടിലെ സകലമാന അശരണരായ ആളുകൾക്ക്, അഗതികളായ ആളുകൾക്ക്, ആലംബഹീനരായ ആളുകൾക്ക്, കൈപിടിച്ചുയർത്തുവാൻ ആരുമില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ സഹായങ്ങളും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ നൽകുവാൻ മുന്നോട്ട് വന്നത് എന്തിന്റെ പേരിലാണ്? മനുഷ്യത്വത്തിന്റെ പേരിലാണ്. നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ജീവിച്ചു പോകേണ്ടവരാണ്. കുമിളകളെ പോലെയാണ് നമ്മുടെ ജീവിതം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉപമ പറഞ്ഞത്. മനുഷ്യനെ നിൽക്കുന്ന നിൽപ്പിൽ മരിച്ചു പോകേണ്ടവരാണ്. ഇന്ന് ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഞാൻ അടുത്ത നിമിഷം ഈ ലോകത്തോട് ഇല്ലാതായി പോകേണ്ട ആളാണ്. ഞാൻ ആരോടാണ് വെറുപ്പ് വെക്കേണ്ടുന്നത്? ഞാൻ ആരോടാണ് വിദ്വേഷം വെക്കേണ്ടത്? ആർക്കെതിരെയാണ് എന്റെ സമുദായത്തിന് ഞാൻ തിരിച്ചുവിടേണ്ടുന്നത്? മറ്റുള്ളവർക്ക് ഗുണകരമായി ജീവിക്കുവാൻ പറ്റുന്ന ഒരവസ്ഥ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദ് ഉൾപ്പെടെ ഇവിടെ പറഞ്ഞല്ലോ. മറ്റുള്ളവർക്ക് സഹായം നൽകാതെ എന്താണ് ജീവിതമുള്ളത്? ആ സ്നേഹമഹോ ജയിപ്പോ എന്നല്ലേ നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മൾ കേട്ട വാക്കുകൾ, കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കേട്ട വാക്കുകൾ അതല്ലേ? 10 പേരെ സന്തോഷിപ്പിക്കുവാൻ നിനക്ക് കഴിയണം. ഒരു മെഴുകുതിരി വെട്ടം പോലെ നീ ഉരുകണം. ആ മെഴുകുതിരി ഉരുകുമ്പോൾ രാജ്യത്തിന് വെളിച്ചം നൽകുന്നത് പോലെ ആ മെഴുകുതിരിയുടെ പരിസര പ്രദേശങ്ങൾ മുഴുവനും വെട്ടം നൽകുമ്പോൾ സ്വയം ഉരുകുകയാണ് മെഴുകുതിരിയെങ്കിൽ അതുപോലെയാകണം ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ജീവിതം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ പാടിയ പാട്ടിന്റെ ഒരു വരിയുണ്ട്, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. അങ്ങനെ പാടിയവർ ഒരുപാട് പേര് സ്റ്റേജിലുണ്ടാകും. നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം. എപ്പോഴെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് നല്ല വാക്ക് പറയുന്നവരാകണം. ചീത്ത വാക്കുകളോ വിദ്വേഷ പ്രചരണങ്ങളോ വർഗീയതയോ വംശീയതയോ നമ്മുടെ നാവിന് ചേരുന്നതല്ല. അത് നമ്മൾ പറയുവാൻ പാടില്ല. ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഒരൊറ്റ തറവാട്ടുകാരന് നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യർ നമ്മുടെ നാട് മഹാകവികൾ നമ്മോട് പാടിയത്. നമ്മളെല്ലാം ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ആദമിന്റെ മക്കളാണ്, ഹവ്വായിന്റെ മക്കളാണ്. വിവിധ ഗോത്രങ്ങളാകാം, വിവിധ നിറങ്ങളാകാം, വിവിധ സംസ്കാരങ്ങളാകാം, വിവിധ ആചാരങ്ങളാകാം. പക്ഷേ ഒരു മുന്തിരിക്കുലയിൽ ഒരുമിച്ചിരിക്കുന്നത് പോലെ വലിയ മുന്തിരിയും ചെറിയ മുന്തിരിയും, കേടുള്ള മുന്തിരിയും കേടാകാത്ത മുന്തിരിയും, പച്ച മുന്തിരിയും ചുവന്ന മുന്തിരിയും എല്ലാം ഒരു മുന്തിരിക്കുലയിൽ ഒന്നായിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഒന്നാണ് മനുഷ്യരെ എന്ന സന്ദേശമാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വെച്ചത്. ആ സന്ദേശത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ആ സന്ദേശമാണ് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പറയേണ്ടുന്നത്. ഇന്ന് നേരത്തെ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞതുപോലെ കൂടപ്പിറപ്പുകളെ തിരിച്ചറിയുന്നില്ല ആളുകൾ. കൂടപ്പിറപ്പുകളെ ആളുകൾ തിരിച്ചറിയുന്നില്ല. മാതാപിതാക്കൾക്ക് കളിപ്പാട്ടത്തിന്റെ വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കടയിൽ വിൽക്കുന്ന കളിപ്പാട്ടത്തിന് 20ഉം 10ഉം രൂപയുണ്ടെങ്കിൽ പ്രസവിച്ച ഉമ്മയ്ക്ക് വിലയില്ലാത്ത, പ്രസവിച്ച അമ്മയ്ക്ക് വിലയില്ലാത്ത, ജന്മം നൽകിയ പിതാവിന് വിലയില്ലാത്ത, 50ഉം 60 വർഷം കഷ്ടപ്പെട്ട് തന്റെ കുടുംബത്തിനെ പോറ്റിയ പിതാവിന് കരിയിലയുടെ വില പോലും നൽകാത്ത ആധുനിക കാലഘട്ടത്തിലാണ് മനുഷ്യനെവിടെ, മനുഷ്യരുടെ എന്ന് തിരിഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന മഹാമനുഷ്യൻ പട്ടാപ്പകൽ റാന്തലും പിടിച്ചുകൊണ്ട് റോമിന്റെ തെരുവീതിയിലൂടെ പട്ടാപ്പകൽ റാന്തലും പിടിച്ചു പോകുന്ന ഡയോജനസിനോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ഈ വെളിച്ചം സൂര്യനായി ഉദിച്ചു നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് റാന്തലും പിടിച്ചുകൊണ്ട് പോകുന്നത്? ഞാൻ മനുഷ്യനെ തിരഞ്ഞു പോവുകയാണ് എന്ന് മഹാനായ ഡയോജനസ് പറഞ്ഞതുപോലെ മനുഷ്യരെ കാണാൻ വളരെ വിഷമിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് ഓതിത്തുന്ന ഒരു ഹദീസുണ്ട്, ഇർഹമൂ മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. അതിൽ ജാതി നോക്കണ്ട, മതം നോക്കണ്ട. അതിൽ നായരുണ്ടാകും, ഈഴവനുണ്ടാകും, പൊലയുണ്ടാകും, പറയനുണ്ടാകും, ആദിവാസി ഉണ്ടാകും, അതിൽ മുസ്ലിം ഉണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും, ഓർത്തഡോക്സുകാരൻ ഉണ്ടാകും, കത്തോലിക്കക്കാരൻ കാണും. അതിലെല്ലാ വിധത്തിലുമുള്ള ആളുകൾ ഉണ്ടായേക്കാം. നീ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവനാവുക. അങ്ങനെ ചേർത്ത് പിടിച്ച് നിന്റെ കരുണയുടെ വിശാലമായ ചിറക് അവരുടെ മുകളിലേക്ക് വീശി വെക്കുമ്പോൾ മാത്രമാണ് ഇർഹമുക്കും മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുമ്പോൾ ആകാശ ലോകത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ഉദാത്ത സ്നേഹത്തിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ള പരിശുദ്ധ റസൂലിന്റെ വാക്ക് നമ്മുടെ മുന്നിൽ വരുന്നത്. അവൻ ആത്മസുഖത്തിന് ആദരിപ്പിക്കുന്നത്
അപരന്റെ സുഖത്തിനായി വന്നിരണമെന്ന മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ കൊണ്ട് എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന സുന്ദരമായ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിന് അങ്ങനെ ചില പ്രത്യേകതയുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആദരിക്കുന്നത് അവരുടെ സുഖത്തിനായി വരണമെന്ന് അങ്ങകലെ ശിവഗിരി കുന്നിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിലാണ് നാം ഉള്ളത്. അങ്ങകലെ മനുഷ്യന് വഴി നടക്കുവാൻ പറ്റാതെ രാജാധികാരത്തിന്റെ ചെങ്കോലുമായി നിന്ന അനന്തപുരിയുടെ മണ്ണിലൂടെ ഒരേ സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു വലിയ വണ്ടിയിൽ ഏറിക്കൊണ്ട് തലപ്പാവ് ധരിച്ച്